അപ്പോൾ ഇവിടെ ഒരു വലിയ പേരാല് നിൽക്കുന്ന കാണാം. ക്ഷേത്രം അവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ഒരു ചെറിയ ടീം ഇത് കണ്ടോ, കണിക്കൊന്നയൊക്കെ പൂത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു ചെറിയ ടീം വന്ന് നിൽപ്പുണ്ട്. ഇച്ചിരി അലമ്പായിരുന്നു, എന്നാലും സാരമില്ല. അപ്പോൾ ആളിച്ചിരി വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ടീമാണ്. നമ്മൾ ഒരുപാട് വെള്ളം അടിച്ച ടീമുകളെ കണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഏയ് അപ്പോൾ ഇന്നലെ നമ്മൾ പെരുമ്പുന്നയിലാണ് കിടന്നത്. രാവിലെ നമ്മൾ ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ്. പള്ളി കുർബാനയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ കിടന്നത്. കുഞ്ഞ് ഇതേ എഴുന്നേറ്റിട്ടില്ല, അവിടെ സുവിച്ച് കിടന്നുറങ്ങുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിട്ടിയിലോട്ട് യാത്ര പോവുകയാണ്. കുഞ്ഞ് നല്ല സുഖത്തിലാണ്, നല്ല സുവിച്ച് കിടന്നുറങ്ങുക. ഇന്നലെ ഇവിടെ പായ കഴിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അവിടെ കുറേ ചേട്ടായിമാരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ അതിരുമ്പുഴ വന്നിരുന്ന കുറേ ചേട്ടന്മാരെയൊക്കെ കണ്ട്. അപ്പം നമ്മൾ ഇരിട്ടി റൂട്ടിൽ ഇന്ന് രാവിലെ പോവുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ ഇരിട്ടിക്ക്. ഈ പള്ളിയുടെ പരിസരത്താണ് കിടക്കാൻ നോക്കിയത്. പക്ഷേ ആ സ്റ്റേജിൽ ഓപ്പൺ സ്റ്റേജ് മഞ്ഞായതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര ഇരിക്കാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ കുഞ്ഞിനെയായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ലൊരു അടിപൊളി സ്ഥലത്താണ്. നല്ല സ്ട്രെയിറ്റ് റോഡിൽ കിട്ടി. അപ്പോൾ സൈക്കിൾ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ പതിയെ ഒന്ന് നടക്കുകയാണ്. നടക്കാമെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കിടപ്പ് ശരിയായില്ല. കാരണം രാത്രിയിൽ എല്ലാ ആൾക്കാരും വന്ന് സംസാരിക്കാൻ വരലായിരുന്നു. ഒരു 3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. പറ്റിയല്ലാത്ത ടീമുകളെയൊക്കെ കൂടെ കൂട്ടിയതുകൊണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടായി. പിന്നെ 11:30 ഫോൺ വിളിക്കുന്ന ടീമുകൾ എന്നാ ചെയ്യാൻ പറ്റും? എല്ലാം പറയാൻ പറ്റുമോ? അവസ്ഥ അതായിപ്പോയില്ലേ. അപ്പോൾ സൈക്കിള് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചാരി വെച്ചിരിക്കുകയാണ്. ഇനി കുഞ്ഞിനെ കയറ്റി ഇനി ഒരു വലിയ കയറ്റമാണ് വരുന്നത്. അപ്പോൾ അതും തള്ളി കയറ്റി നമ്മൾ ഈ യാത്ര തിരിക്കുകയാണ്. മഞ്ഞുണ്ട് കേട്ടോ, ചെറിയ മഞ്ഞുണ്ട്. അതാണ് മൂടൽ. നിൽക്ക്, അവിടെ ഇരി. കണ്ടോ, പറഞ്ഞപ്പോഴേ പെണ്ണ് അവിടെ നിന്ന്. പെണ്ണ് അവിടെ ഇരുന്നേ, ഇരിക്കവിടെ. കുഞ്ഞ് എവിടെ ഇരുന്നേ? എവിടെ ഇരുന്നേ? ഇരിക്കാൻ. ആ, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ ഞാൻ പറഞ്ഞാതെ എഴുന്നേക്കില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇച്ചിരി ദേഷ്യപ്പെട്ടാണ് എല്ലാം ഇരുത്തുന്നത്. ഇനിയിപ്പം നമ്മുടെ പ്ലേറ്റ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. അതിനുള്ള പണി ചെയ്യട്ടെ. അപ്പോഴത്തെ നമ്മൾ ഇരിട്ടിയിലോട്ട് യാത്ര തിരിക്കുകയാണ്. റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ രാവിലെ സൂര്യനൊക്കെ ഉദിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. താഴെ ഒരു പുഴയാണ് ഒഴുകുന്നത്. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലണ ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാം വഴിപണി നടക്കുകയാണ്. അതുപോലെ തന്നെ വഴി പണിത് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സഞ്ചാരയോഗ്യമായ രീതിയിൽ മണ്ണിട്ടൊന്നും നിരത്തുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങ് പൊട്ടിച്ചിട്ട് അത് കുളമാക്കിയിടുക, മനുഷ്യനെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക. ആ JCB വരുന്ന വഴിക്ക്, ആ മണ്ണ് തട്ടാൻ വന്ന വഴിക്ക് ഇവിടെ നയിച്ച മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടിരുന്നു. ഇവിടെ ആൾക്കാർക്ക് സൈഡാക്കാനും എല്ലാം പറ്റും. ഇവിടെ എല്ലാം തിട്ടയിടിഞ്ഞ് പോവുകയാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. അത് ഇവിടുത്തെ മാത്രമല്ല, കോൺട്രാക്ടർമാരുടെ ഗുണഗണങ്ങളാണ് പറയുന്നത്. അതൊക്കെ ജനങ്ങളുടെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ റോഡിൻ്റെ മുമ്പിൽ ഒരു കട്ട് റോഡിലോട്ട് വണ്ടി ഇറങ്ങണ്ടണം. എന്നാൽ അവിടെ ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നാട്ടുകാർ വന്നിട്ട് തള്ളുകയാണ് ആ മണ്ണിൻ്റെ കൂനയുടെ മുകളിൽ കൂടെ. എന്നാൽ അതങ്ങ് നിരത്തി കൊടുത്തിട്ട് ബാക്കി നിരത്താൻ പോയാൽ പോരെ. മെയിൻ റോഡ് ഇതൊന്നും ചെയ്യുകയില്ല. ആദ്യം മെയിൻ റോഡ് ഉണ്ടാക്കാൻ പോകും. എന്നിട്ട് കട്ട് റോഡ് ആൾക്കാർ രാവിലെ വണ്ടി ഇറക്കിക്കൊണ്ട് പോയവരാ.
അവർ തിരിച്ച് കയറുമ്പോഴത്തേനും മൺകൂനയാണ് അവരുടെ പഞ്ചായത്ത് റോഡിൽ. ഞാനത് കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ശരി, നമ്മൾ യാത്ര രാവിലെ കുറ്റം പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇരിട്ടിക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മലയോര ഹൈവേ പിടിച്ച് ഇരിട്ടിക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇരിട്ടി മെയിൻ റോഡിലോട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയാണ്, കൂടുതലും കശുമാവാണ് ഇവിടെ ഉള്ളത്. കശുമാവ്, പക്ഷേ വഴി വീണ കശുവണ്ടിയൊക്കെ എടുക്കാൻ ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ്. അതാ വഴിയെ വൃത്തികേടാക്കി ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. ഒരു മനുഷ്യനും, എന്നിട്ട് പറയും കർഷകൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്ന് പറയും. കൃഷി ചെയ്യുന്നവൻ തന്നെ അത് നശിപ്പിച്ച് കളയുക, പിന്നെ എങ്ങനെയാവും ബുദ്ധിമുട്ടിലാകാതിരിക്കുന്നത്? എന്തേരം കശുവണ്ടിയാണെന്നറിയോ വീണ് കിടക്കുന്നത്? ആകപ്പാടെ കുറച്ച് റബ്ബർ കർഷകരുണ്ട്, അവർ മാത്രമാണ് വെളുപ്പിനെ പോയി വെട്ടി പാലെടുത്ത്, ബാക്കി എല്ലാ നാണ്യവിളകളും കണക്കാണ്. ഉത്തരവാദിത്തം ഇല്ലാത്ത ആളുകളാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് കൃഷി ഫലപ്രദമായി എന്ന് പറയാൻ പറ്റുക? ജബ്ബാർ കടവാണ്, ഇടത്തോട്ട് പോയ ജബ്ബാർ കടവ്, എടൂര്, പായം ഒക്കെയാണ് ഇടത്തോട്ട് പോകുന്നത്. അപ്പോൾ വലത്തുവശത്തെ ഹോട്ടൽ സുരേഷ് കാണാം. അവിടെ നിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എൻ്റെ പൊന്നോ, ഈ കേരളത്തിലെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വൃത്തിയില്ലാത്ത ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത്. നാട്ടിൻപുറത്തെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വൃത്തി കാണുമെന്ന് വിചാരിച്ച് കയറിയതാണ്. പറ്റിപ്പോയി മാഷേ, എന്നാ ചെയ്യാനാ. ജബ്ബാർ കടവിലെ സുരേഷ് ഹോട്ടൽ. അപ്പോഴത്തേക്കും ഞാൻ ഇരിട്ടിയിൽ നിന്ന് നേരെ തിരിയുവാണ്. ഈ റോഡ് വഴിയാണ് പോകേണ്ടത്. മലയോര ഹൈവേ ആണ്. ഇവിടെ വെള്ളം കയറി കിടക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കാണാം. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫുട്ബോൾ ഗ്രൗണ്ട്, അല്ലെങ്കിൽ അത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലം. അപ്പോഴത്തെ ഷാഹിദ് നമ്മൾ വഴിക്ക് വെച്ച് നമ്മളെ കണ്ടിട്ട് വന്ന് സംസാരിച്ച്, പുള്ളി കുഞ്ഞിക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് വന്നത്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മെട്രോ. സൂപ്പർ മാർക്കറ്റില്ല. അത് ശരി. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഷാഹിദ് ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ പുള്ളി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വാങ്ങി വന്നതാണ് കേട്ടോ. ഞാനിങ്ങോട്ട് തിരിഞ്ഞ് കയറിയായിരുന്നു. അപ്പോൾ ശരി, കാണാം. നമ്മളുള്ളത് നെല്ലിക്കാമ്പൊയ്യലാണ്, പള്ളിയുടെ മുമ്പിലാണിത്. ഈ ബ്രോ നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിട്ടൊരു വെള്ളമൊക്കെ വാങ്ങിച്ചു തന്ന് കുഞ്ഞിക്ക് ഒരു ബിസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം വാങ്ങി തന്നിരിക്കുകയാണ്. അപ്പോഴത്തെ ഇവിടെ വേറെ കുറേ ആളുകളും ഉണ്ട്. കുഞ്ഞേ ഇങ്ങോട്ട് പോകല്ലോ കേട്ടോ. ആയിക്കോട്ടെ. ഒടുക്കത്തെ എക്സർസൈസിന് ഒന്ന് കൂട്ടി ഇറക്കിയതുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കുന്ന, കുറേ നടത്തിയായിരുന്നു. നെല്ലിക്കാമ്പൊയ്യലെ ഫൊറോന പള്ളിയാണിത്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരയുടെ പേരിലുള്ള പള്ളിയാണ്. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയമാണിത്. വളരെ മനോഹരമായൊരു ദേവാലയം. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കണ്ടതാണ്. കണ്ണൂരിലെ കുടിയേറ്റ മേഖലയിലെ പ്രശസ്തമായ ഒരു ദേവാലയമാണിത്. അപ്പോൾ ഈ ദേവാലയവും പിന്നിട്ട് നമ്മൾ മലയോര ഹൈവേയിലൂടെ നീങ്ങുകയാണ്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായിരുന്നു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് 2-3 മാസങ്ങൾക്ക് മുമ്പ് കാശ്മീരെല്ലാം ബൈക്കിൽ പോയിട്ട് വന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു ആൾ നമ്മളെക്കുറിച്ച് ആരോ വീഡിയോ ഇട്ടതൊക്കെ കണ്ടതിന് ശേഷം നമ്മളെ ഒരു വെള്ളമൊക്കെ വാങ്ങിച്ച് തന്ന്, കുഞ്ഞിക്കുള്ള ബിസ്ക്കറ്റ്, പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. കുഞ്ഞ് തേച്ച ചൂടുള്ളതുകൊണ്ട് കുഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഇറക്കി നടത്തിയിട്ടൊക്കെ കയറ്റിയതാണ്. വെള്ളം വേണോ? അപ്പോൾ പയ്യാവൂർ സെൻട്രലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ശിവക്ഷേത്രത്തിന് സമീപമാണുള്ളത്. ഇതാണ് പയ്യാവൂർ മഹാശിവക്ഷേത്രം. ഇതിനോട് ചേർന്ന് ഒരു അടിപൊളി പേരാല് നിൽപ്പുണ്ട്. ഒരുപാട് ഏരിയ കവർ ചെയ്ത് നിൽക്കുന്ന ഈ പേരാല്. അതിൻ്റെ അടിയിലാണ് ഓട്ടോ സ്റ്റാൻഡ്, കുറേ ബിൽഡിങ്ങുകളെല്ലാം നിൽക്കുന്നത്. ഒരുപാട് ഏരിയ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പേരാലാണ്.
സമയം 5 മണിയായി. 5:30-ക്കാണ് 5 മണിക്ക് നട തുറന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ഈ ക്ഷേത്രം കൂടി കണ്ടിട്ട് പതിയെ പോകാമെന്ന് വെച്ചു. കുഞ്ഞിനെയൊക്കെ ഒന്ന് വെളിയിലിറക്കി. നട തുറന്നിട്ടുണ്ട്. നട തുറന്ന സമയമാണ്. അകത്തോട്ടൊന്നും നമ്മൾ കയറുന്നില്ല. നമ്മൾ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് പോവുകയാണ്. നല്ല തിരക്കുള്ള റോഡാണ്, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. In 200 meters, turn left to stay on Malayura Highway. നാടൻ തട്ടുകടയല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മാത്രം പറപൊരി മാത്രമേ കാണൂ. തട്ടുകടയെന്ന് പേരെ കാണൂ. അത് തന്നെ ആദായിട്ടില്ല. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് PMGSRY PMKSY കിസാൻ ശ്രദ്ധ യോജന. പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. പാലത്തേക്കൂടെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പയ്യാവൂര് പാലം, പയ്യാവൂരിൽ നിന്ന് നമ്മൾ ക്രോസ് ചെയ്തിങ്ങ് പോകുന്നു. നമ്മൾ വെച്ചലക്കാണ്. ഇനി ഒരു 10 നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത യമഹ റീസൺ ടെസ്റ്റാന്ന് തോന്നുന്നു. എല്ലായിടത്തും സ്പ്രിംഗ്ലറൊക്കെ വെച്ച് വെള്ളം അടിക്കുന്നുണ്ട്. ഇതും ഒരു മഹാവിഷ്ണു ക്ഷേത്രം. ഇതൊരു വലിയ മഹാവിഷ്ണു ക്ഷേത്രമാണ്. പക്ഷേ നമ്മളതിൻ്റെ അകത്ത് കയറുന്നില്ല. അപ്പം ഞാനും കുഞ്ഞും കൂടി കുളിക്കാൻ പോവാണ്. ഏതായാലും നനഞ്ഞിറങ്ങി. രാവിലെ തൊട്ട് നോക്കുക, ഏതെങ്കിലും പുഴയിലും ഒന്ന് ചാടാൻ ഒരു രക്ഷയില്ലായിരുന്നു. ഏതായാലും ദൈവാനുഗ്രഹം ചെമ്പേരി എത്തുന്നതിന് മുമ്പ് പിള്ളേരെ കിട്ടും. പുഴ ചാടാൻ പോകും. ചെമ്പേരിയിലെ കുടിയേറ്റ മേഖലയുടെ പ്രൗഢഗംഭീരമായി നിൽക്കുന്ന ദേവാലയമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ആളുകളുടെ കൂട്ടായ്മ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ചെമ്പേരി. കൂടുതലും കുടിയേറ്റ കർഷകരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാനുള്ളത് ചെമ്പേരിയിലാണ്. കണ്ണൂരിൻ്റെ ഒരു കുടിയേറ്റ മേഖലയായ ചെമ്പേരി. അപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട്, കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരൊക്കെ ഇങ്ങോട്ട് കുടിയേറിയതാണ്. സൈക്കിളിലുള്ള യാത്രയായതുകൊണ്ട് കയറ്റങ്ങളൊക്കെ തള്ളിക്കയറ്റി പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒന്നാമതെ ചൂട് കൂടുതലാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പണ്ട് ഒരു 10-20 വർഷം മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ഈ പള്ളി ഇത്രയും വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ടൗണിലോട്ട് വരുന്ന വഴികൾ ഡയറക്റ്റുള്ള വഴികളല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 5 വഴികളാണ് വരുന്നത്. 5-6 വഴികളുണ്ട് ചെമ്പേരി ടൗണിലോട്ട് വന്ന് കയറുമ്പോൾ. അപ്പോൾ കടയൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. എനിക്കറിയാം, മലയോര മേഖലയിൽ താമസിച്ച് തുറന്ന് നേരത്തെ അടയ്ക്കുന്ന കടകളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മൾ പതിയെ കുഞ്ഞിയിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. കേരളത്തിലെ ഏത് കുഗ്രാമവും ആളുകൾ കേട്ടിട്ടില്ലാത്ത പേരുള്ള
ഗ്രാമങ്ങൾ പോലും നമ്മുടെ യാത്രയിൽ നമ്മൾ പോയി കണ്ടിരിക്കും. അതാണ് ഞാൻ കേരള ടു കാശ്മീർ എന്ന യാത്രയിൽ 14 ജില്ലകളിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന റൂട്ടായതുകൊണ്ട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ റൂട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മൾ സ്വന്തമായിട്ട് റൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലാതെ ബസ് റൂട്ട് പോലെ നമ്മളൊരു റൂട്ടല്ല നമ്മുടെ യാത്രയിലുള്ളത്. നമ്മൾ ഏറ്റവും ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും കുന്നിൻ്റെ മണ്ടയുള്ള ഗ്രാമം വരെ കണ്ടിട്ടേ ഉള്ളൂ, കേരളം വിടത്തുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ചെമ്പേരിയിലെത്തി ആലക്കോടിന് നമ്മൾ പോകുന്നത്. ആലക്കോട് കൂത്തുപറമ്പ് അങ്ങനെ ഒരു റൂട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ രാവിലത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ യാത്രയിൽ ഒരു നിരപ്പ് റോഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പം നിരപ്പായിട്ടുള്ള റോഡായതുകൊണ്ട് കുഴപ്പമില്ല, ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഗിയർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂളായിട്ട് പോകാം. കൂട്ട് നോക്കാനുള്ള എവിടാണ്, എവിടെയെത്തുമെന്ന് അറിയില്ല, ചോദിച്ച് പോകാം.